നല്ല കൂട്ടിയായിട്ട് നടക്കണം, നല്ല സ്വഭാവത്തോടെ നടക്കണം, അതുപോലെ ഇപ്പോൾ സൗന്ദര്യം എല്ലാം ഡിപ്പെൻസ് അപ്പോൾ എന്താണ് നല്ലൊരു കല്യാണം കഴിക്കണം എന്നുള്ള ഇത് വെച്ചിട്ടാണ് ആൾക്കാർ നല്ലൊരു ബന്ധം കിട്ടണം, നല്ലൊരു ജോലി വേണം, അതെല്ലാം നല്ലൊരു ജോലി, ഈ പറയുന്ന നല്ല സ്വഭാവം, ഈ പറയുന്ന നടക്കുന്ന സൗന്ദര്യം എല്ലാം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബന്ധം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ വേറെ അതുകൊണ്ടൊന്നും ഒരു ഗുണമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നല്ല ചമഞ്ഞ് കിടക്കുക, അല്ലെങ്കിൽ ലുക്കിൽ നല്ല ചമഞ്ഞ് കിടക്കുക വെച്ചാൽ വേറെ ഗുണമൊന്നുമില്ല. അപ്പം എന്നെ സംബന്ധിച്ചപ്പോൾ അത് കഴിഞ്ഞു, ഇനിയിപ്പം വാട്ടെവർ. അതുകൊണ്ട് ഇനി പ്രശ്നമില്ല, കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ നടക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ അതേക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. അതിന് മുമ്പ് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, ഇതുപോലെ ലുക്കൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞു, ഇതിനും വലുതൊന്നും വരാനില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു പോവുക. ബ്ലൂ ഐസ് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ കാണുന്ന എല്ലാവരും സബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷോർട്സ് നല്ല വ്യൂസ് ഉണ്ട്. ഷോർട്സ് ഓൾമോസ്റ്റ് ഏകദേശം 5 or 6 ഷോർട്സ് 1,00,000 മേലെ പോയിട്ടുണ്ട് വ്യൂസ്. അതുപോലെ ഒരു ഷോർട്സ് 5,00,000 മേലെ പോയിട്ടുണ്ട്. ടോട്ടൽ ഷോർട്സിൻ്റെ വ്യൂസ്, അതായത് എൻഗേജ്ഡ് വ്യൂസ് 26 ലക്ഷം ആയിട്ടുണ്ട്. 30 ലക്ഷമാണ് ഹാഫ് മോണിറ്റൈസേഷന് വേണ്ടത്. 100 ലക്ഷം അതായത് 10 million ആണ് ഫുൾ മോണിറ്റൈസേഷന് വേണ്ടത്. അപ്പോൾ നമ്മൾ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നടക്കുമെന്നാണ് വിശ്വാസം. ശ്രീഹരി പ്ലീസ്, അത്യാവശ്യമാണ്, അങ്ങനെയാണ് ലൈവ് ഇടണേ എന്ന് പറയാമോ? ലൈവ് ഇടുന്ന ഉറപ്പായിട്ടും ബ്രോ ഞാൻ പറഞ്ഞുതരാം. ബ്രോ ജസ്റ്റ് ഒന്ന് ബ്രോയുടെ നമ്പർ എടുത്ത് കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമായിരുന്നു. ശ്രീഹരിയുടെ നമ്പർ എടുത്ത് കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്നെ ഒരു മിസ്സടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലൈവ് കട്ടായ ഉടനെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നമ്പർ ഞാൻ പറയുകയാണ്, ജസ്റ്റ് നോട്ട് ചെയ്തോ. 9645295651 9645295651 9645295651 ഇതാണ് നമ്പർ. ജസ്റ്റ് മിസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് കട്ടായ ശേഷം ഞാൻ വിളിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ശ്രീഹരി ബ്രോ, ചേട്ടൻ നല്ല ഫുഡ് വാങ്ങി തന്നു അല്ലേ? പുതിയ ചാനലാണ് ഞാൻ ഓക്കെ. പക്ഷെ ഞാൻ നല്ല കെയറിംഗ് ഉള്ള വൈഫായിരുന്നു. നിങ്ങൾ മാമൻ ഇപ്പോൾ ലുക്കായിരുന്നു തന്നെ. എല്ലാവരും ലുക്കാണ്. ഓക്കെ താങ്ക് യു. ഇനി ജീവിക്ക് ബ്രോ പ്ലീസ്, അത്യാവശ്യമാണ് ചെയ്യുന്നത്. ബ്രദർ ഗേ ആണോ? ഗേ പോലെ തന്നെ ഉണ്ട്. ഓക്കെ, അച്ഛൻ ഇതേപോലെയാണോ കാണാൻ? ജയിക്കുന്നത് നല്ല പേര്. മാമ ഇട്ട കമൻറ്റ് വായിക്കുമ്പോൾ ഞാൻ കണ്ട് ഈ കൂട്ടത്തിൽ ആരും ഈ പറഞ്ഞ് ജയിക്കുന്നതെന്ന് പറയുന്ന ആളുടെ അച്ഛൻ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്ന കാർട്ടിൽ അറിയില്ല. ജയിക്കുന്നത് പറയുന്ന ആളുടെ അച്ഛനെ ഈ സ്ക്രീനിൽ ആരും കാണുന്നില്ലല്ലോ. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഓക്കെ, അതാ ഞാൻ വന്ന് ജിയ പിന്നെ ചാട് തീർന്നായിരുന്നു. ഓക്കെ ജിയ, ഓക്കെ. എനിക്കും വാച്ച് അവർ കുറവാണ്. ഓക്കെ, കുറച്ച് ലൈവ് ചെയ്ത് നോക്ക്. പിന്നെ ബ്ലൂ ഐസ് ഷോർട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഷോർട്സ് ഇപ്പോൾ എങ്ങനെയാണ്? ഷോർട്സിന് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടി എത്രയാണെന്ന് അറിയാമോ? എത്രയാണ് കിട്ടിയത്? നിങ്ങളുടെ അമ്മായിയുടെ മോളാണ്. എല്ലാവരും ലൈക്ക് അടിക്കുക. ബ്ലൂ ഐസ് വ്ളോഗ്സ് നമ്മുടെ ചാനൽ ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ കമൻറ്റ് ഇടുന്ന ബ്ലൂ ഐസ് വ്ളോഗ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം കമൻറ്റ് ചെയ്യുന്നവരുടെ ഏജ് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ ഏജ് എന്തായാലും ആൾറെഡി പറഞ്ഞു. ഞാൻ 30, ഇവൻ 30, ഇത് 23. ചിലപ്പോൾ കമൻറ്റ് ചെയ്തപ്പോൾ ഇതിൽ ഏജ് വെളിപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അതായത് 12 വയസ്സുള്ളൊരു കുട്ടി വരെ ഉണ്ടായിരുന്നു. അതിൽ കുറവുള്ളത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. 12 വയസ്സുള്ള കുട്ടിയാണ് ഏറ്റവും കുറവായിട്ട് ഞാൻ അത് കണ്ടിട്ടുള്ളത്. അപ്പം ചിലർ പറയുന്ന ചാറ്റ് ചെയ്യുന്നത് പേര് ചിലപ്പോൾ വലിയ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേരായിരിക്കാം, പക്ഷേ മെസ്സേജ് അയക്കുന്നത് ചിലപ്പം കുട്ടികളായിരിക്കാം. അങ്ങനെ വരാമല്ലോ. നമുക്ക് പേര് കൊണ്ടൊന്നും വെളിപ്പെടുത്താൻ പറ്റും. അവരിഷ്ടം, വീടും മാമ അണ്ണാന്നോ അച്ഛാന്നോ എന്തോ വയ്ക്കുന്നത്, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഡോണ്ട് കെയർ. മുഹമ്മദ് അലി വീട് എവിടെ? വീട് കൊല്ലമാണ് ബ്രോ. മുഹമ്മദ് അലി ബ്രോ വീട് കൊല്ലമാണ്, കൊല്ലം പരവൂരാണ്. മുഹമ്മദ് അലി ബ്രോയുടെ സ്ഥലം ഒന്ന് പറയാമോ എവിടെയാണെന്ന്? വീട് കമൻറ്റിലൂടെ വെറുതെ അങ്ങോട്ട് അടി വേണ്ട, അതൊക്കെ അവിടെ. ഞാൻ ശ്രീജ ചേച്ചിയാണ്. ഓക്കെ, ശ്രീജ ബ്ലൂ ഐസ് വ്ളോഗ്സ് ചാനൽ നെയിം ഉള്ളത് ശ്രീജ എന്നുള്ള ചേച്ചിയാണ്. ശ്രീജ ചേച്ചി സ്ഥലം എവിടെയാണ്? മീശ മാമ മീശ അധികം പിടിച്ച് കഴിക്കണ്ട, പൊഴിഞ്ഞ് കഴിക്കാറുണ്ട്. സനീഷ് കുമാർ കണ്ണൻ, ഹായ് സനീഷ് കുമാർ, എവിടെയാണ് പ്ലേസ്? ഹായ് ഹലോ ഗുഡ് ഈവനിങ് സനീഷ് ബ്രോ, എവിടെയാണ് പ്ലേസ്? ശ്രീജ ചേച്ചി സ്ഥലം എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേച്ചി എന്ത് ചെയ്യുന്നു? ലൈവ് കാണുന്ന എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ് ചെയ്യുക,